കേന്ദ്ര ബജറ്റിൽ നമുക്കെന്തു കിട്ടി? ബജറ്റ് രാഷ്ട്രീയ രേഖയോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ ജോൺ ബ്രിട്ടാസ് MP CPM-ൽ നിന്ന്, ശ്രീ K ശബരിനാഥൻ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP-യിൽ നിന്ന്, ഡോക്ടർ BA പ്രകാശ് സാമ്പത്തിക വിദഗ്ധൻ. ശ്രീ ജോൺ ബ്രിട്ടാസ് അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ജോൺ ബ്രിട്ടാസ് അങ്ങേക്ക് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അങ്ങേക്ക് തിരികെ വരാം. ശ്രീ P കൃഷ്ണദാസ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്ന രണ്ട് വാക്കുകൾ: നിരാശാജനകം, ദൗർഭാഗ്യകരം. അവഗണനയുടെ രാഷ്ട്രീയ രേഖയായി മാറിയിരിക്കുന്നു കേന്ദ്ര പൊതു ബജറ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് ഒരു കേന്ദ്ര ബജറ്റ് വരുന്ന ദിവസം അങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത്? അത് അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാൻ എന്തെങ്കിലും രാഷ്ട്രീയമായി വിശദീകരിക്കാൻ, സാങ്കേതികമായി വിശദീകരിക്കാൻ അങ്ങേക്ക് ഉണ്ടോ? ബഹുമാനപ്പെട്ട മാധു, ഒരു പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്ര ബജറ്റിനെ വിമർശിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ടല്ലോ. പക്ഷേ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അദ്ദേഹം മനസ്സിലാക്കണ്ടേ? ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ എല്ലാ മേഖലയിലെയും കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ബജറ്റിൽ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ ബജറ്റല്ല എന്നും രാജ്യത്തിൻ്റെ ബജറ്റാണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചതുപോലെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പുതിയ വിശദീകരണമാണല്ലോ ശ്രീ കൃഷ്ണദാസ്. അപ്പോ സംസ്ഥാനത്തിന്റെ ബജറ്റിൽ നിന്നേ സംസ്ഥാനത്തിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ, കേന്ദ്ര ബജറ്റിൽ നിന്ന് സംസ്ഥാനം അങ്ങനെ പ്രതീക്ഷിക്കാൻ പോലും പാടില്ല എന്നാണോ? അങ്ങനെയല്ല. സംസ്ഥാനത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ കേരളത്തിലെ ഓരോ ജില്ലയും അതാത് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പത്രസമ്മേളനം നടത്തി ഈ ബജറ്റിൽ ഞങ്ങളുടെ പഞ്ചായത്തിന് കിട്ടിയില്ല, ഞങ്ങളുടെ ജില്ലയ്ക്ക് കിട്ടിയില്ല, ജില്ലാ പഞ്ചായത്തിന് കിട്ടിയില്ല എന്ന് പറയുന്ന രീതി ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം, തിരുത്താം. നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പൊതുവായി കിട്ടുന്നതോ കിട്ടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിരാശാജനകം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ തെറ്റിദ്ധരിക്കും. സംസ്ഥാനത്തിന് എന്തോ വലിയത് കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടിയില്ല എന്ന് ധരിക്കും. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അവരുടെ സമ്പത്തിൻ്റെ വിഭവത്തിൻ്റെയും വിതരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമഗ്രമായി കണ്ടുകൊണ്ടല്ലേ രാജ്യത്തെ പാർലമെൻറ്റിൽ രാജ്യത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമായി എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുദാഹരണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പിന്തുണച്ചിരുന്നൊരു സർക്കാർ 2014 വരെ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിരുന്നു. 2004 മുതൽ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് 8 or 9 മന്ത്രിമാർ പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നു, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരടക്കം. കേരളത്തിന് എന്താ കിട്ടിയിട്ടുള്ളത്? നിരാശാജനകമായതിനേക്കാൾ അപ്പുറത്ത് മറ്റെന്തെങ്കിലും ആ കാലഘട്ടത്തിൽ വളർച്ചയുണ്ടായോ സംസ്ഥാനത്തിന്? അതുകൊണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയ ആരോപണം ആ നിലയ്ക്ക് തന്നെ മുഖവിലേക്ക് എടുത്താൽ പോലും ഇത്രയും കാലം ഇവിടെ നിന്നുള്ള ആളുകൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണമായി മുഖവിലേക്ക് എടുത്താൽ തന്നെ അതുകൊണ്ട് ഇനി മിണ്ടാൻ അനുവാദമില്ല എന്നുള്ളതാണ്. ഇപ്പൊ സംസ്ഥാന ബജറ്റ് വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മേഖല നമ്മുടെ സംസ്ഥാനത്ത് അവഗണിക്കപ്പെട്ടു പോയി, പ്രതീക്ഷിച്ചിരുന്നതോ ആവശ്യപ്പെട്ടതോ ആയ ഒരു മുൻതൂക്കവും കിട്ടിയില്ല, പരിഗണനയും കിട്ടിയില്ല എങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ചത് പറയണം. MLA-മാരടക്കം അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലടക്കം മന്ത്രിമാരടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന നിരാശാജനകമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അങ്ങനെയല്ല, ഇന്നത് കിട്ടിയല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞത് മാധു പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും എല്ലാവർക്കും വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത്, തിരുത്തിയല്ലോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം ആവശ്യപ്പെട്ടത് എന്താണ്? കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള അവകാശത്തിൽ കൂടുതൽ അനുവദിക്കണം. അത് അനുവദിക്കാൻ കഴിയുന്നതാണോ ഒരു പ്രധാനപ്പെട്ട കാര്യം? 2, വയനാട് പാക്കേജ് പ്രഖ്യാപിക്കണം. വയനാട് പാക്കേജ് ബജറ്റിലാണോ സാധാരണ നിലക്ക് പ്രഖ്യാപിക്കുക? അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകയിരുത്തുന്ന ഫണ്ടിൽ നിന്നാണ് അതിനുള്ള നടപടികൾ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും ബെനിഫിഷ്യൽ ആകുന്ന തരത്തിലല്ലേ ഈ ബജറ്റിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റിലെ വന്നത്. 12 ലക്ഷത്തോളം
രൂപയുടെ ടാക്സ് ഇനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ? രാജ്യത്തെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വകയിരുത്തിയിട്ടുള്ള ഫണ്ട് അതെവിടെയൊക്കെ വരുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ IIT-കളും രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഇത് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല മാധു. അങ്ങനെ നൽകുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ടാക്സിലടക്കം, വാണിജ്യ മേഖലയിലടക്കം, കാർഷിക മേഖലയിലടക്കം ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയല്ലേ കേരളത്തിലും ജീവിക്കുന്നത്. പൊതുവായുള്ള ഗുണഫലങ്ങൾ അവർക്കും കിട്ടുകയില്ലേ എന്നൊരു വിശദീകരണം. പൊതുവായേ ഉള്ളൂ, കേരളത്തിന്റെ പ്രത്യേകമായ ഒരാവശ്യവും ഉന്നയിച്ചതായ ഒരു കാര്യവും അനുവദിക്കപ്പെട്ടു എന്ന കാര്യം തന്നെ തവണ അങ്ങയോട് ചോദിച്ചു. 3 തവണ അങ്ങയോട് ഞാനത് ചോദിച്ചു. ഇന്നത് കേരളത്തിന് കിട്ടിയെന്ന് പറയാനുണ്ടോ? അല്ല, അതാ ഞാൻ തിരിച്ച് കേരളത്തിന് മാത്രമായി അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഉണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചത്. അതല്ലേ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അങ്ങനെ പ്രത്യേകമായി പാക്കേജ് ഈ ഇടക്കാല ബജറ്റ് വന്നപ്പോഴും ഈ ബജറ്റ് വന്നപ്പോഴും ബീഹാർ ബജറ്റ് ഇരട്ടപ്പേര് അതിന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 4 തവണ ഞാൻ അങ്ങേലേക്ക് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ഷമിക്കണം. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മാധു. അത് ഒരു മഖാനയുടെ ഒരു ബോർഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇവരെല്ലാം ഈ പറയുന്നത്. കേരളത്തിൽ 4 കേന്ദ്ര ബോർഡുകളുണ്ടല്ലോ സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ച്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, കയർ ബോർഡ്, റബ്ബർ ബോർഡ്, പ്രത്യേക പാക്കേജ് അടക്കം കഴിഞ്ഞ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് ബീഹാർ എന്നൊരു സംസ്ഥാനത്തിന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞപ്പോൾ ഇന്നിപ്പോ മധുബനി പ്രിന്റ് സാരി അടക്കം ഉടുത്തു വന്നാണ് നമ്മുടെ സാമ്പത്തിക മന്ത്രി, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. അപ്പോ അതിലൊരു പ്രത്യേക കാഴ്ചപ്പാടുമൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്തോടുള്ള തുറന്ന പ്രഖ്യാപനം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ അങ്ങേലേക്ക് വരാം, അങ്ങൊന്ന് ക്ഷമിക്കൂ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഞാൻ അങ്ങേലിൽ നിന്ന് ചർച്ച തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മുടെ സംസ്ഥാനത്തിന് എന്തു കിട്ടി എന്നുള്ള ആ പ്രധാനപ്പെട്ട ചോദ്യം ആണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ഈ രാഷ്ട്രീയ രേഖയായി ബജറ്റ് എന്ന ആരോപണമാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ BJP-യുടെ പ്രതിനിധി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ നോക്കൂ, ഈ പറയുന്ന ഇൻകം ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ഇളവുകൾ കാർഷിക മേഖലയ്ക്ക്, വാണിജ്യ മേഖലയ്ക്ക്, അങ്ങനെ വന്നിട്ടുള്ള ഗുണഫലങ്ങൾ മുഴുവനും ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് സംസ്ഥാനത്തുള്ളവർക്കും ബാധകമല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് തരാൻ ഇത് സംസ്ഥാന ബജറ്റാണോ എന്നുകൂടി നീട്ടി ചോദിക്കുന്നു. ശ്രീ കൃഷ്ണദാസ്. എന്നോടാണോ ചോദിച്ചിരിക്കുന്നത്? ശ്രീ ബ്രിട്ടാസ് അങ്ങയോടാണ്. നിങ്ങളുടെ ഓഡിയോ എനിക്ക് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതായത് ഇവിടെ ഓഡിയോ അത്ര വ്യക്തമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതൊന്നും എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോടൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് ഇതൊരു ABCD ബജറ്റ് ഒരു രാഷ്ട്രീയ രേഖയാക്കി ഒരു ബജറ്റിനെ മാറ്റുന്ന ഒരു രീതി BJP തുടങ്ങി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാറിനെ കുറിച്ച് 6 പരാമർശങ്ങളാണ്. ഇപ്പോൾ മക്കാന ബോർഡിനെ കുറിച്ച് പറഞ്ഞു. അതായത് താമര വിത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതാ പറയുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ പോളാവരം പദ്ധതി ഇവിടെ 5000 കോടി രൂപയാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം നൽകിയിരിക്കുന്ന ശുപാർശകളിൽ ഒന്നുപോലും പരിഗണിച്ചിട്ടില്ല. അതായത് ഈ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ ഉൾപ്പെടെ, അതുപോലെ ഇന്ത്യക്ക് അഭിമാനമാകാൻ പോകുന്നൊരു തുറമുഖ പദ്ധതിക്കുള്ള സഹായം, വിഴിഞ്ഞം പദ്ധതിക്കുള്ള സഹായം, അതുപോലെ വയനാട് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ ഒരുപാട് പദ്ധതികളുടെ കാര്യം കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നു. ഒന്നുപോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഇവിടെ സമർപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി, രൂപയുടെ വിലത്തകർച്ചയ്ക്ക് നിദാനമായിട്ട് പരോക്ഷമായിട്ട് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ച വിദേശ മൂലധനത്തിൻ്റെ പലായനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇക്കണോമിക് സർവേ വരച്ചു കാട്ടിയിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു, അതായത് ഈ ബജറ്റിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സമീപനം, ഒരു തന്ത്രം പ്രഖ്യാപിക്കുമെന്ന്. ഒരു നിർദ്ദേശവും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലുള്ള വകയിരുത്തൽ കുറയുകയാണ് ചെയ്തത്. ഇപ്പോൾ കാർഷിക മേഖല എടുക്കാം. കാർഷിക മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം വകയിരുത്തിയ തുക ഇക്കുറി വകയിരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനത്തിൻ്റെ രംഗത്ത് ഭക്ഷ്യ സബ്സിഡി
ഇപ്പം 2 പ്രസ്താവനകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നമ്മുടെ ജോർജ് കുര്യൻ്റെയാണ്. കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പൈസ തരാം. ഏത് നമ്മൾ പിന്നോക്കമാകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയത് നമുക്ക് വലിയൊരു പാരയായിട്ട് വന്ന് ഭവിച്ചു എന്നുള്ളതാണ്. എനിക്ക് ജോർജ് കുര്യനോട് പറയാനുള്ള ഒരു കാര്യം, ഈ ജോർജ് കുര്യൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രധാനമന്ത്രിയുടെ, അദ്ദേഹം ഫിഷറീസ് മന്ത്രിയും കൂടിയാണ്, പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന 2352 കോടി രൂപ നീക്കിയിരുന്നു. അതിൽ ചെലവഴിച്ച തുക എത്രയാണെന്നറിയോ? 1500 കോടി രൂപ മാത്രം. 852 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ രാജ്യസഭയിൽ ഞാൻ ഈ കേരളത്തെ അവഗണിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത ബജറ്റ് മുതൽ കേരളത്തെ അങ്ങ് പരിഗണിക്കാൻ പോവുകയാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരെ അപമാനിക്കുകയല്ലേ ചെയ്തത്. ഇനിയിപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞൊരു 3-4 ദിവസം കൊണ്ടാണ് പെട്ടെന്ന് BJPയുടെ ഈ പദാവലികളിലേക്ക് മധ്യവർഗം എന്നുള്ള ഒരു സംശയം കടന്നു വരുന്നു. അതായത് രാഷ്ട്രപതി 7 തവണ മിഡിൽ ക്ലാസിനെ കുറിച്ച് പറഞ്ഞു, ഈ ബജറ്റ് 6 തവണ പറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മധ്യവർഗത്തിന് നല്ല സ്വാധീനമുള്ള ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കാൻ പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊടുന്നനെ മധ്യവർഗം എന്നുള്ള ഒരു സംജ ഇവരുടെ ബജറ്റിലേക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലേക്കും അതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രതിപാദനത്തിലേക്കെല്ലാം കടന്നു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി പൊടുന്നനെ ഈ മധ്യവർഗത്തിൻ്റെ ഒരു മേന്മയും മൂല്യവും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ പ്രതിപാദനം നടത്താൻ വേണ്ടിയിട്ട് ബജറ്റ് പോലെ സാങ്ക്ടിറ്റിയുള്ള രേഖയെ ദുരുപയോഗിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇന്ന് BJP അധ്യക്ഷൻ്റെ ഒരു പത്രസമ്മേളനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് AIMS ഒന്നും ഒരിക്കലും ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. എനിക്ക് ഈ BJP നേതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് അല്പമെങ്കിലും ഗ്രഹപാഠം നടത്തൂ. എത്രയോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബജറ്റിലൂടെയാണ് പ്രഖ്യാപിച്ചത്. ഞാൻ തന്നെ സാക്ഷ്യം വഹിച്ച ഒരു 2 കാര്യം പറയാം. 2017-18 ഗുജറാത്തിലും ജാർഖണ്ഡിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രഖ്യാപിച്ചത് അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ്. അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരി 1, 2017. ഇനി ഒന്നും കൂടി പറയാം, അതായത് അതിനുശേഷം 2019 ഫെബ്രുവരി 1 പീയൂഷ് ഗോയൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് ഹരിയാനയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എത്രയോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബജറ്റിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ധാർഷ്ട്യത്തോടെ പ്രഖ്യാപനം നടത്തുകയാണ്. എന്താ കാരണം? കേരളത്തിൻ്റെ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒന്ന് ശ്രദ്ധിക്കുക, 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്ത് ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിച്ച കേരളത്തെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടിയെങ്കിലും ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവർ നൽകണ്ടേ? അപ്പോൾ അതുപോലും പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ അതിനൊരു കാരണമായിട്ട് ഇവർ മുന്നോട്ട് വെച്ച അബദ്ധജടിലമായിട്ടുള്ള ഒരു ന്യായീകരണം ഇവരെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? ജനങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ പോരെ? മുൻകാല ബജറ്റുകൾ എടുത്തിട്ട് പരിശോധിച്ചാൽ പോരെ? അപ്പോൾ ഏത് രംഗമെടുത്തു കഴിഞ്ഞാലും ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഒരുപക്ഷെ എൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ തകരാറിലാകുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയാം. അതായത് ലോകത്തിപ്പോൾ ഈ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീശിയടിക്കുകയാണ് ഒരു തരംഗം പോലെ. നമ്മൾ ഈ ബജറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിച്ചു. അതായത് പെർഫോമൻസ് ബജറ്റ് വിലയിരുത്തിയപ്പോൾ ഷോക്കിംഗ് ആണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് 552 കോടി രൂപ AI മിഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു. നിങ്ങൾക്കറിയോ, അതിൽ 173 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. ചൈന 17 ലക്ഷം കോടി രൂപ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നീക്കിവെച്ചപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ നീക്കിവെച്ച തുക 552, അതിൽ ചെലവഴിച്ചത് 173 മാത്രം. ഇനി ഒന്നും കൂടി, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ചിപ്പാണ്, ചിപ്പ്, സെമി കണ്ടക്ടർ എന്നുള്ളത്. 6903 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു. നിങ്ങൾക്കറിയോ, അതിൻ്റെ പാതി പോലും ഈ സർക്കാർ ചെലവഴിച്ചില്ല. ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട സംഭവഗതികളോടൊക്കെ
ഈ ബജറ്റ് മുഖതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ വെച്ച തുകയുടെ പാതി പോലും ചെലവഴിക്കുന്നില്ല. ഇനി അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. അതായത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ബജറ്റിൽ മുഴുവൻ ഇന്റേൺഷിപ്പായിരുന്നു. എവിടെ നോക്കിയാൽ ഇന്റേൺഷിപ്പ്, കോർപ്പറേറ്റ് രംഗത്തേക്ക് ഇന്റേൺഷിപ്പ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അതായത് 2000 കോടി രൂപ ഇന്റേൺഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചു. ഈ 2000 കോടി രൂപയിൽ എത്ര രൂപ ചെലവഴിച്ചെന്നറിയോ? ഷോക്കിംഗ്, 380 കോടി രൂപ മാത്രം. ഞാനിതിപ്പോൾ ഈ പെർഫോമൻസ് ബജറ്റ് ഒന്ന് അപഗ്രഥിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന സ്കില്ലാണ്, നൈപുണ്യത്തെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും പ്രധാനമന്ത്രി സംസാരിക്കാത്തായിട്ടില്ല. ഈ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നീക്കിവെച്ച തുകയിൽ 80% പോലും കഷ്ടിച്ച് ചെലവഴിച്ചിട്ടുള്ളത്. നോക്കുക. അപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. എക്കണോമിക് സർവേ നമ്മളെ പ്രതിസന്ധി വരച്ചു കാട്ടുന്നു. ശരി, കാഴ്ചപ്പാട് പ്രഖ്യാപിക്കപ്പെടുന്നില്ല, പെടുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും ഫണ്ട് കൃത്യമായി ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ ഈ സാങ്കേതിക പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൊഡ്യൂസർ ശ്രദ്ധിക്കുകയും വേണം. ശ്രീ കെ ശബരിനാഥൻ, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ചോദിച്ചു തുടങ്ങിയത്. രാഷ്ട്രീയ ഭേദമന്യേ എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് അല്ലെ? അപ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ചോദിച്ചു തുടങ്ങിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്തോ എന്ന് ശ്രീ കൃഷ്ണദാസ് ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രളയം മൂലം ദുരിതം അനുഭവിച്ച സംസ്ഥാനങ്ങൾക്ക് ഇടക്കാല ബജറ്റിൽ അടക്കം പ്രത്യേക പാക്കേജുകൾ നൽകിയിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. നേരത്തെ പറഞ്ഞു എയിംസ് ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നുണ്ടോ എന്നുള്ളത്. ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കപ്പെടാൻ പാടില്ല എന്നുമില്ല, പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന മുൻ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ്. അപ്പോൾ വീണ്ടും ഈ ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ KC വേണുഗോപാൽ അടക്കം ചോദിക്കുകയാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ളത്. ആ ചോദ്യം എത്ര തവണ ആവർത്തിച്ചാലും ഇത് തന്നെയായിരിക്കുമോ ഗതി? അല്ല, സാധാരണ ആളുകളെയും പ്രത്യേകിച്ച് മലയാളികളെയും ബീഹാറിലല്ലാത്തുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ താഴെ മാതൃഭൂമിയുടെ ടിക്കറിൽ തന്നെ ശ്രീ K സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണുകയാണ്. വളരെ കേരള ഫ്രണ്ട്ലി ബഡ്ജറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആളുകളെ കളിയാക്കിയതാണോ ബഡ്ജറ്റിനെ ട്രോൾ ചെയ്തതാണോ എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് വ്യക്തമാക്കണം. അതേപോലെ തന്നെ MP ആയതിനു ശേഷം സുരേഷ് ഗോപിയോട് പല ആവർത്തി എയിംസ് എവിടെ വരും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ, എയിംസ് വരുമെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഞാൻ വലിയ പ്രതീക്ഷ അർപ്പിച്ച മിതവാദിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? നമ്മൾ കഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ ദരിദ്ര സംസ്ഥാനമാണ്, നമ്മുടെ ഇൻഡൈസസ് പുറകിലാണെന്ന് പറഞ്ഞാൽ കൂടുതൽ പണം കിട്ടുമെന്ന് പറയുന്നത് എന്ത് തെറ്റായിട്ടുള്ള വാദമാണ്. ഈ ന്യായത്തിനെതിരെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വാദിക്കുന്നത്. കേരളത്തിന് തികച്ചും ന്യായമായി കിട്ടേണ്ട ഈ വയനാട് ദുരന്തത്തിന് ശേഷമുള്ള നമ്മൾ പറഞ്ഞ 20,000 കോടി രൂപയുടെ അടുത്തുള്ള ഒരു എമൗണ്ട് കിട്ടേണ്ടതാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് ആദ്യം ഈ പറഞ്ഞ ഡിസാസ്റ്റർ റിലീഫിന് കിട്ടേണ്ട പണത്തിൻ്റെ എണ്ണം കുറച്ചു. അപ്പോൾ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ദീർഘവീക്ഷണമുള്ള പല പദ്ധതികൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു സ്റ്റേറ്റിൽ പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ അതിനുള്ള പണം അനുവദിക്കുന്നില്ല? പണ്ടത് ചെയ്തിട്ടുള്ള പ്രീസിഡൻസുകളുണ്ട്. അപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞു ഇതൊന്നും ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. പിന്നെ എന്താണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്? താങ്കൾ നേരത്തെ 3-4 ബോർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ റബ്ബർ ബോർഡും സ്പൈസ് ബോർഡും അടക്കമുള്ള കോയർ ബോർഡും ഒക്കെ എപ്പോൾ പ്രഖ്യാപിച്ചു, ആര് പ്രഖ്യാപിച്ചു, അതേത് സർക്കാരാണ് നിങ്ങളത് ഓർക്കുക. ഇവിടെ UDF കോൺഗ്രസ് ഉള്ള സമയത്തും UPAയുടെ സമയത്തും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ മറുപടിയാണ്. ഇനി ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. ഇവരിന്ന് ചെയ്തിരിക്കുന്നൊരു കാര്യം, ഇത് മിഡിൽ ക്ലാസ് ഫ്രണ്ട്ലി ബഡ്ജറ്റാണെന്ന് പറഞ്ഞ് എല്ലാ ചാനലുകളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിൽ 143 കോടി ആളുകളുണ്ട്. അതിൽ ടാക്സ് കൊടുക്കുന്നത് ഏകദേശം ഒരു 5-6 കോടി ജനങ്ങളാണ് ടാക്സ് കൊടുക്കുന്നത്. ആ ടാക്സ് കൊടുക്കുന്ന ആളുകൾ തന്നെ ടാക്സ് കൊടുക്കുന്നത് പഴയ സ്കീമുണ്ട്, പരമ്പരാഗത സ്കീമുമുണ്ട്, 2 വർഷം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ സ്കീമുമുണ്ട്. അപ്പോൾ പരമ്പരാഗത ടാക്സ് സ്കീം എന്താണ്? ഒരുപക്ഷെ പലരും ടാക്സ് കൊടുക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഹൗസിംഗ് ലോൺ എടുക്കുന്നു. അപ്പോൾ ഹൗസിംഗ് ലോൺ നമ്മൾ മാസം EMI അടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കരുതൽ ഒക്കെ റിബേറ്റായി പോയി അതിൻ്റെ എമൗണ്ട് കുറച്ച് നമുക്ക് ടാക്സ് സേവിങ്സിന് വേണ്ടി നമ്മുടെ ഇക്വിറ്റി ലിങ്ക്ഡ് സ്കീം അടക്കം, ഹൗസിംഗ് ലോൺ അടക്കം, വാഹന ലോണൊക്കെ അടക്കമുള്ള കുറച്ചിട്ടുള്ള എക്സിസ്റ്റിംഗ്
സ്കീമിലാണ് ഇന്ന് ഭൂരിഭാഗം ഇന്ത്യയിലെ ആളുകളുമുണ്ട്. അപ്പോഴാണ് 2 വർഷം മുമ്പ് പുതിയൊരു ടാക്സ് സ്കീം തുടങ്ങി. നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വലിയ തരത്തിലുള്ള സേവിങ്സ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കയ്യിൽ പണം തരൂ, ബാക്കി നമ്മൾ ടാക്സ് കൊടുത്തോളാം, പക്ഷേ ടാക്സിൻ്റെ സ്ലാബ് കുറയ്ക്കണം എന്നുള്ള ഒരു ആശയത്തിൽ തുടങ്ങി ശരിയായിട്ടുള്ള പദ്ധതി. ആ പദ്ധതിയിലേക്ക് ആളുകൾ പതുക്കെ ചേക്കേറുകയാണ്. അപ്പോൾ ഇന്നീ പറഞ്ഞിരിക്കുന്ന 12 ലക്ഷത്തിൻ്റെ ഈ ടാക്സ് സ്ലാബ് 0% പറയുന്നത് ഈ പുതിയ സ്കീമിലാണ്. ഈ പുതിയ സ്കീം എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കുന്ന ഒരു പക്ഷേ പകുതിയിൽ കൂടുതൽ ആളുകൾ മാത്രമാണ് പുതിയ സ്കീമിലുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ 143 കോടിയിൽ ഈ പറഞ്ഞ മധ്യവർഗത്തിൻ്റെ ഒരു പകുതിയിൽ താഴെ ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാവൂ. പഴയ ടാക്സ് സ്ലാബിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ മിഡിൽ ക്ലാസ്സിനെല്ലാം ബൊണാൻസയാണെന്ന് പറയുന്നത് ഒന്ന് തെറ്റായിട്ടുള്ള വാദമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്റ് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ചെയ്യുമെന്ന് പറഞ്ഞ പദ്ധതികൾ അത് എത്രമാത്രം പൂർത്തീകരിച്ചു, അതിൻ്റെ ഒരു കണക്കെടുപ്പ്, വിളവെടുപ്പ് നമ്മൾ നോക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ റെസീറ്റ് നോക്കുമ്പോൾ നമ്മുടെ വരുമാനം ഏകദേശം 41,000 കോടി രൂപ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടാക്സ് നികുതി കിട്ടേണ്ടതിനേക്കാൾ ഏകദേശം 26,000 കോടി കുറവാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഏകദേശം 1 ലക്ഷം കോടി രൂപ കുറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവനും പട്ടിണിക്കാരനും നമ്മുടെ സാധാരണക്കാർക്കും ആവശ്യമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, റൂറൽ ഡെവലപ്മെൻറ്റ്, അർബൻ ഡെവലപ്മെൻറ്റ് അടക്കമുള്ള സ്കീമുകളിലാണ് ഏറ്റവും കൂടുതൽ കുറവുണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിൽ 11,000 കോടി രൂപയുടെ കുറവാണ്, പറഞ്ഞ പദ്ധതിയിൽ നിന്ന് കുറവാണ് കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഈ നടക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ 3,000 കോടിയുടെ കുറവ്, ഇവിടെ അഗ്രികൾച്ചർ കൃഷിയിൽ 10,000 കോടി കുറവ്, റൂറൽ ഡെവലപ്മെൻറ്റിൽ താങ്കൾ നേരത്തെ വെച്ചില്ല യുപിയുടെ സർക്കാർ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ റൂറൽ ഡെവലപ്മെൻറ്റിൽ പദ്ധതികൾ ഉണ്ടായിരുന്നത്, തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള സ്കീമുകൾ ഉണ്ടായ റൂറൽ ഡെവലപ്മെൻറ്റിൽ വലിയ മാറ്റം ഉണ്ടായത് ശ്രീ ജയറാം രമേശ് മന്ത്രിയായിരുന്നപ്പോഴാണ്, UPA സർക്കാരിൻ്റെ സമയത്താണ്. ഇന്ന് റൂറൽ ഡെവലപ്മെൻറ്റിൽ മാധു ഏകദേശം 75,000 കോടി രൂപയുടെ കുറവുണ്ട്. പല ഫ്ലാഗ്ഷിപ്പ് സ്കീമുകളും തൊഴിലുറപ്പടക്കം, ജൽജീവൻ മിഷൻ, റെയിൽവേസിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഇൻക്രീസ് മാത്രമാണുള്ളത്. അപ്പോൾ സാധാരണക്കാരന് ഒരു ഗുണവുമില്ല. ഇന്ന് എത്രത്തോളം എത്തി നോക്കിയിട്ടുണ്ട് നമ്മുടെ ബജറ്റ് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. BA പ്രകാശ്, നമ്മൾ കേന്ദ്ര ബജറ്റിന് ശേഷം ആണ് സംസ്ഥാന ബജറ്റിലേക്ക് പോകുന്നത്. നമുക്ക് നമ്മുടെ വിനിമയത്തിന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു സോഴ്സ് കൂടിയാണ്. എത്രത്തോളം ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നുണ്ട് കേന്ദ്ര ബജറ്റ്? അതായത് ഇവിടെ നമ്മൾ ബഡ്ജറ്റിലുള്ള ഒരു ചർച്ചയിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. അല്ലാതെ പിന്നീട് ശരിക്കുള്ള മെറിറ്റിൻ്റെ ബേസിലല്ല കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കുന്നതും സംസ്ഥാനം ചിലവാക്കുന്നത്. നമ്മൾ ചർച്ചയുടെ ഹെഡ്ലൈൻ തന്നെ തീരുമാനിച്ചത് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് ആണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിപ്പോൾ കേരളത്തിൽ ചിലവാക്കുന്നതായാലും അങ്ങനെ തന്നെ, ബഡ്ജറ്റായാലും ശരിയാണ്, അല്ല ഓരോ വകുപ്പുകൾ ചിലവാക്കുന്നതായാലും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുന്ന എല്ലാം രാഷ്ട്രീയ, അതായത് ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 10-20% മാത്രമേ ഉള്ളൂ ഫൈനാൻസ്, ബാക്കി 80% രാഷ്ട്രീയമാണ്. ഈ പണം മുഴുവൻ ചിലവാക്കുന്നത് ഏതാണ്ട് ആ രീതിയിലാണ്. ഇവിടെ ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന് കിട്ടിയില്ല, കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണല്ലോ. നമ്മുടെ ഇന്ത്യയിലുള്ള 2 വിഭാഗം ആളുകൾക്ക് എത്രത്തോളമാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണ്? ഇൻകം ടാക്സിൽ ഒരു ആനുകൂല്യം കൊടുത്തു. ആർക്ക് കൊടുത്തു ആനുകൂല്യം? ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് മാത്രമല്ലേ ആനുകൂല്യം കിട്ടുള്ളൂ. അതായത് ഒരു കണക്കനുസരിച്ച്, എൻ്റെ ഇരിക്കുന്ന ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 8 കോടി ആളുകളാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, അതേസമയം ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾ നോക്കുക എത്രത്തോളം പാവപ്പെട്ടവരാണ് അവരെ. അപ്പോൾ ഇവിടെ ഒരു ആനുകൂല്യം ആർക്ക് കൊടുത്തിരിക്കുന്നു? നമ്മുടെ നാട്ടിൽ പിന്നെ ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് വലിയ തോതിലുള്ള ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നു. ഈ ആനുകൂല്യം മൂലം പലർക്കും 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 80,000 രൂപയുടെ ആനുകൂല്യമാണ് കിട്ടുന്നത്. ഇത് കൊടുക്കുന്നു. അതേ സമയത്ത് ഇവിടെ ഒരു മുറി വീടുകളിൽ താമസിക്കുന്ന, ഇന്ത്യയിലുള്ള മൊത്തം ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ ഏതാണ്ട് ഒരു 1/3 ഒരു മുറിയിലാണ് താമസിക്കുന്നതെന്ന് നമുക്കറിയാമോ? 2011 സെൻസസ് എടുക്കൂ, വീട്ടിൻ്റെ കണക്കുകൾ നോക്കൂ, അല്ലെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റിൻ്റെ കണക്ക് നോക്കൂ, അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ കണക്ക് നോക്കൂ, മറ്റ് കാര്യങ്ങൾ നോക്കൂ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളിൽ ഏതാണ്ട് 69%, 2011 സെൻസസാണ് എടുക്കുന്നത്, അല്ലാതെ സെൻസസ് ഇല്ല, താമസിക്കുന്ന റൂറൽ ഏരിയയിലാണ്. ഈ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ വലിയ വിഭാഗം ആളുകൾ വളരെ ദാരിദ്ര്യത്തിലും വളരെ പട്ടിണിയിലും വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളിലും ആണ്.
ഈ ബഡ്ജറ്റിൽ അവർക്ക് എന്ത് കൊടുത്തു? ഇവിടെ റൂറൽ എന്നുള്ള ഒരു സെക്ടർ പോലും ഉള്ളതായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ, ഇവിടെ ഇന്ത്യയിൽ ഒരു റൂറൽ GDP ഇല്ല. നമ്മൾ GDP എന്ന് പറഞ്ഞാൽ മൊത്തം GDP വെച്ച് റൂറലും അർബനും കൂടെ ചേർത്തുള്ള GDP വെച്ചാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. GDP പെർ ക്യാപിറ്റ ഇൻകം. ഇവിടുത്തെ ഇത്ര വർഷമായിട്ട് പോലും നമുക്കൊരു റൂറൽ GDP ഇല്ല, അല്ലെങ്കിൽ റൂറൽ പെർ ക്യാപിറ്റ ഇൻകം ഇല്ല. ഈ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ പിന്നീട് വരുമാനത്തെ പറ്റി ഒരു രൂപമില്ല. നമ്മളുടെ ഫൈനാൻസ് കമ്മീഷൻ, കേന്ദ്ര ഫൈനാൻസ് കമ്മീഷൻ ഈ പണം വീതിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാമോ? അവരെടുത്തിരിക്കുന്ന കണക്കെന്താണ്? പെർ ക്യാപിറ്റ GDP ആണ് എടുത്തിരിക്കുന്നത്. ഈ റൂറലിൻ്റെ ഇല്ല. മൊത്തമുള്ള GDP വെച്ചിട്ടാണ് ഈ വിഭജനങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഞാൻ പറയും, നമ്മളെ ഈ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ എല്ലാ ഡെവല്യൂഷനും ഡിസ്റ്റോർട്ടഡ് ആണെന്ന് ഞാൻ പറയും. ഈ ടാക്സിന്റെ പരിധിയിലേക്ക് വരാത്ത സിംഹഭാഗം മനുഷ്യരുടെ വരുമാനം എന്ന് പറയുന്നത് ഇവരുടേതുമായുള്ള ശരാശരി. അതാ ഞാൻ പറഞ്ഞ, അതായത് ഇപ്പോൾ ചില സ്റ്റേറ്റിൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിലും ചിലയിടത്ത് 80% റൂറൽ പോപ്പുലേഷനാണ്. നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 50-55 വരുമായിരിക്കും. ഏതാണ്ട് ഒരു 10 സംസ്ഥാനങ്ങളിൽ 70%-ലധികം റൂറൽ പോപ്പുലേഷനാണ്. അർബൻ 30 ഉള്ളൂ. അപ്പോൾ ഈ അർബൻ ഇൻകവും റൂറൽ ഇൻകവും തമ്മിൽ രാവും പകലും പോലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസ്പാരിറ്റി കണക്കാക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം കണക്കാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നമ്മൾ എന്ത് വേണം? നമുക്ക് റൂറൽ GDP വേണം. എന്നാലേ ആ സ്റ്റേറ്റിലുള്ള സിറ്റുവേഷൻ അറിയാൻ ഒക്കൂ. ഈ കണക്കില്ലാതെ മൊത്തത്തിലുള്ളൊരു റൂറൽ അർബനും ചേർത്ത ഒരു GDP ആണ് നമ്മളുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മുടെ കേന്ദ്ര ഫൈനാൻസ് കമ്മീഷൻ ഏതാണ്ട് 50% നമ്മുടെ റിസോഴ്സസ് ഡിവോൾവ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ ഇറാറ്റിക് ആയിട്ടുള്ള ഡെവല്യൂഷനാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കണക്കില്ല. ഞാനീ പറയുന്നത് റൂറൽ എന്ന് പറഞ്ഞാൽ ആരാ ഈ റൂറൽ? അവന് ദാരിദ്ര്യവാസി, അവനങ്ങോട്ട് കളയാം, അവനെപ്പറ്റി നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഒരു ഫ്യൂഡൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്. ഇതിലും നമുക്കിവിടെ കാണാം. ഇന്നത്തെ ഇന്നലത്തെ ബഡ്ജറ്റിലും നമുക്കത് കാണാം. അതിൻ്റെ ആർക്കാ ആനുകൂല്യം കൊടുത്തിരിക്കുന്ന? ഇൻകം ടാക്സ് ഉള്ളവർക്ക് ആനുകൂല്യം കൊടുത്തിരിക്കുന്നു. ഒരു മുറിയിൽ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, ഒരു ടോയ്ലറ്റും ഇല്ല, മെജോറിറ്റി ആയിട്ട് ഉള്ള ആളുകൾ താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ അവനൊന്നുമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ അതിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അതാണ് ഇവിടെയും ഈ ബഡ്ജറ്റിനകത്ത് ഞാൻ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ പ്രളയമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് മുൻപ് ബജറ്റിലൂടെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ മുൻപ് ബജറ്റിലൂടെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ബജറ്റിലൂടെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഒരു സംസ്ഥാനം നിരന്തരമായ ആവശ്യം ഉന്നയിക്കുന്നു. ഈ പറയുന്ന വിഭവങ്ങൾ വീതം വെച്ച് കൊടുക്കുന്നതിൽ വലിയ അനീതിയുണ്ട് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പക്ഷേ ഒന്നും കിട്ടുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പരാതി പറയേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. 25 ലക്ഷം കോടി രൂപ ആകെ സംസ്ഥാനങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് 40,000 കോടി കഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ധനമന്ത്രി പറയുന്നു നമുക്കൊരു 73,000 കോടിയുടെ പദ്ധതികൾ നമുക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത്. അങ്ങനെ അവകാശപ്പെട്ടതെന്നൊരു സംസ്ഥാനത്തിന് തോന്നുന്ന പരിഗണന ബജറ്റിൽ കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത്? അല്ല, കേന്ദ്രത്തിന്റെ ഈ കണക്കൊക്കെയാണ് ശരി, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല മാധു. സർക്കാരിന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം, കിട്ടുന്നത് പരമാവധി മേടിച്ചെടുക്കാം. നമ്മുടെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ബജറ്റിൽ ഏതെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പ്രത്യേകമായ തടസ്സമോ പ്രത്യേകമായ പരിഗണനയോ ഒന്നും നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി കഴിഞ്ഞ 3, 4, 5 വർഷങ്ങളായി ഘട്ടം ഘട്ടമായി നമ്മുടെ റെയിൽവേ പദ്ധതികളെല്ലാം ബജറ്റിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ റെയിൽവേ സെപ്പറേറ്റ് ബജറ്റായിട്ടാണല്ലോ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റെയിൽവേ പൊതു ബജറ്റിൻ്റെ കൂടി ഭാഗമാണ്. ഏതാണ്ട് 51 ലക്ഷം കോടി രൂപയുടെ 50.65 ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ ബജറ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റ്. ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് സാർ സൂചിപ്പിച്ചത് അങ്ങനെ റൂറൽ GDP വരണം എന്നൊക്കെയുള്ളത് നൂതന ആശയം എന്നുള്ള നിലക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഒരു റൂറൽ ബജറ്റ് അല്ലെങ്കിൽ മെട്രോ ബജറ്റ് എന്ന് പറഞ്ഞാൽ GDP കണക്കാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇല്ലല്ലോ. അത് നമുക്ക് വരുന്ന സമയത്ത് ആലോചിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്.
ബഹുമാനപ്പെട്ട ശ്രീ ബ്രിട്ട സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ആ വിഷയങ്ങളിലേക്ക് മാത്രമല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ബജറ്റിൽ ആകെ മാറ്റിവെച്ചിട്ടത് 2,66,817 കോടി രൂപയാണ്. അങ്ങേക്ക് മുൻകാലത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ബജറ്റ് അലോക്കേഷൻ, ബജറ്റ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ആകെ ചെലവാക്കിയിട്ടുള്ള തുകയും അങ്ങേക്കത് പരിശോധിക്കാം. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ബജറ്റിൽ അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് 1,71,437 കോടി രൂപയാണ്. അത് പല ഘട്ടങ്ങളിലായി പല പദ്ധതികളിലായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ബജറ്റിലെ 150 പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളായിട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. പ്രധാനമായും അതിൻ്റെ ആകെ തുക കണക്കാക്കുമ്പോൾ അദ്ദേഹം അതിൽ ഒരു സെക്ടർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ എടുത്തിട്ട് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ആകെ തുക കണക്കാക്കുമ്പോൾ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, അതിൻ്റെ ഫണ്ട് അലോക്കേഷനിൽ എവിടെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അതെല്ലാം പരിശോധിക്കപ്പെടുന്നത്. അതിന് പകരം ഏതെങ്കിലും ഒരു ഹെഡ് എടുത്തു. അങ്ങ് നേരത്തെ എടുത്ത് ചോദിച്ച ഒരു കാര്യം ശ്രീ കൃഷ്ണദാസ്, അങ്ങ് നേരത്തെ എടുത്ത് വെച്ചത് ഏതെങ്കിലും സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ ബജറ്റിൽ എവിടെയെങ്കിലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കേരളം എന്ന് പറയുന്നത് അങ്ങ് കേട്ടോ? പക്ഷേ ഈ ബജറ്റ് പ്രഖ്യാപിച്ചു തുടങ്ങി ഏതാണ്ട് ഒരു 40-40 മിനിറ്റ് പിന്നിടുന്ന സമയത്ത് 4 തവണ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബജറ്റ് പ്രസംഗം തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബീഹാറിനായി 4 പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ബീഹാർ എന്ന് പറയാൻ അറിയാം, കേരളം എന്ന് പറയാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഈ ബജറ്റിൽ മാത്രമല്ലല്ലോ വിമർശനം ഉണ്ടായത്. ഇടക്കാല ബജറ്റ് സമയത്തോ ബീഹാർ 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 എന്ന് മാത്രമായിരുന്നു കേൾക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ആ പരിഗണന അങ്ങനെ വരുന്നത്? മാധു, ഞാനതിലേക്ക് വരാം. ഒപ്പം തന്നെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ സാങ്കത്യം തന്നെ അതാണല്ലോ, കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത്. ഇനി അതിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പാക്കേജുകൾ പ്രഖ്യാപിച്ചോ? കേരളം മാത്രമല്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിക്കുകയാണ് കേരളത്തിന് എയിംസ് കിട്ടിയില്ല, കേരളം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അതിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾക്ക് ആ പദ്ധതി ഇന്ന സ്ഥലത്ത് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മുടെ ആലപ്പുഴ മുതൽ പക്ഷെ എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വാരിക്കോരി കൊടുത്തുവെന്ന്, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വാരിക്കോരി കൊടുത്തുവെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, ശ്രീ ശബരിനാഥ് പറഞ്ഞു, ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അങ്ങനെ കേൾക്കാതെ പോകുന്നതാണോ? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഡൽഹിക്ക് എന്തെങ്കിലും പ്രത്യേകമായി കൊടുത്തോ? ഏറ്റവും ഇപ്പോൾ തൊട്ടടുത്ത ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ലേ, ഈ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ലേ, ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്തോ ഡൽഹിക്ക്? 10 മാസം ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പറയുന്ന സ്ലാബിലടക്കമുള്ള മാറ്റങ്ങൾ വന്നത് എന്ന് വിശദീകരിക്കാത്ത ആരുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ കാണാത്ത ആരുണ്ട്? അങ്ങനെ നമുക്ക് ഒരു സ്ലാബ്, ഇപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ലാബ് പ്രഖ്യാപിച്ചപ്പോൾ 8 കോടി ജനങ്ങൾക്ക് മാത്രമാണ് അതിന് ടാക്സ് അടയ്ക്കുന്ന ആളുകൾ, അവർ മാത്രമാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോൾ 8 കോടി ആളുകൾ ടാക്സ് അടയ്ക്കുമ്പോൾ 8 കോടി ആളുകളുടെ എണ്ണം മാത്രമാണോ ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന ആളുകൾ? അവരുടെ കുടുംബാംഗങ്ങളില്ലേ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളില്ലേ? അങ്ങനെയാണോ നമ്മളുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആകെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? അതല്ലല്ലോ, അതിന് ഡിവൈഡ് ചെയ്ത് പോവുകയല്ലേ. അപ്പോൾ ആ സിസ്റ്റത്തെ കാണാതെ മറ്റൊരു സിസ്റ്റത്തെ പറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊന്ന് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ പൊതു ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എന്ത് കിട്ടി, കേരളത്തിന് എന്ത് കിട്ടി, മറ്റുള്ളവർക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ എല്ലാ ജില്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെൻ്ററുകൾ വരുമെന്ന് പ്രഖ്യാപിച്ചത്? IIT-കളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സീറ്റ് വർധനവിൻ്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ സീറ്റിൻ്റെ വർധനവിന് ഒക്കെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതല്ലേ? അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് രാജ്യത്ത് പൊതുവായി പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഗുണം കേരളത്തിനും കിട്ടില്ല എന്നൊരൊറ്റ കാര്യം ആവർത്തിച്ച് എന്തുകൊണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പരിഗണനകൾ കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ ധരിച്ച സാരി പോലും
വലിയ രാഷ്ട്രീയ സൂചനയാണ് എന്നത് സംബന്ധിച്ച് അത് നെയ്തു കൊടുത്തത് ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രീയ സൂചനകൾ നൽകാൻ തയ്യാറാണ് കേന്ദ്ര സർക്കാർ എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അങ്ങ് അതിൽ മാത്രം നിൽക്കാൻ തയ്യാറുമല്ല എന്നുള്ളതാണ് പ്രകടവുമാകുന്നത്. ഞാൻ വരാം അങ്ങിലേക്കും. ശ്രീ ജോൺ ബ്രിട്ടാസ്, അങ്ങനെ ഇപ്പോൾ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. സംസ്ഥാന ബജറ്റ് വരാനിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പദ്ധതികൾ, നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്, ഇതിനെ എല്ലാ കാര്യങ്ങളെയും ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. ഈ പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം എന്ത് എന്നതുകൂടി നമുക്ക് വ്യക്തമാണ്. നമ്മളിപ്പോൾ ഇവിടെ എന്തോ കേന്ദ്ര സർക്കാർ കേരളത്തോട് ഒരു സവിശേഷമായിട്ടുള്ള അനുകമ്പ കാണിക്കണം, കാരുണ്യം കാണിക്കണമെന്ന് ആരും പറയുന്നില്ല. നമ്മൾ പിരിച്ചു കൊടുക്കുന്ന നികുതിയുടെ വിഹിതം കിട്ടണമെന്ന് മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ നൽകുന്ന പണത്തിൻ്റെ ഒരു വിഹിതം, അർഹമായ വിഹിതം നമുക്ക് തരൂ. നമ്മൾ കൊടുക്കുന്ന തുകയിൽ നിന്ന് കുറച്ച് പൈസ വേണമെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്നോക്കമായതുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മുടക്കിക്കോട്ടേത്. നമ്മൾ അങ്ങനെ ഇഗാലിറ്റേറിയൻ കോൺസെപ്റ്റ് ഉള്ളവരാണ്, പുരോഗമനക്കാരാണ് മലയാളികൾ. പക്ഷെ നമ്മുടെ പണത്തിൽ നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം കിട്ടാതെ പോകുമ്പോഴുള്ള പ്രശ്നമല്ലേ ഇത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ സ്നേഹിതൻ ഇവിടെ പറഞ്ഞ മുഴുവൻ കളവെന്ന് പറയുന്ന വാക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവാസ്തവമാണ്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം പറയാണ് റെയിൽവേ ബജറ്റ് 2017 റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റുമായിട്ട് മെർജ് ചെയ്ത്. അതിനുശേഷമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പിന്നീടുള്ള ബജറ്റുകളിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഞാൻ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചതും പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചതും ഒക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ഇവിടെ പറഞ്ഞ ചില പെശകുകളുണ്ട്. എനിക്കൊന്നും ശ്രീ ആൽവിൻ പ്രകാശ് പറഞ്ഞ പെശകുണ്ട്. 8 കോടി ആൾക്കാരൊന്നും ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല. 2 കോടി ആൾക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് 8 കോടി ഉണ്ടാകും. 2 കോടി ആൾക്കാർ അവർ തന്നെ പല സ്ലാബുകളിൽ കിടക്കുന്നു, അവർ തന്നെ പഴയ സ്കീമിൽ കിടക്കുന്നു, അവർ തന്നെ പുതിയ സ്കീമിൽ കിടക്കുന്നു. നോക്കുക, അപ്പോൾ എത്ര ശതമാനം പേർക്ക്, ജനസംഖ്യയുടെ എത്ര ശതമാനം പേരെയാണ് ഈ പറയുന്ന ഇവർ വളരെ വിപ്ലവകരമെന്ന് പറയുന്ന സംഭവം ബാധിക്കാൻ പോകുന്നത്. ഇനി അദ്ദേഹം റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഷോക്കിംഗ് ആയി. എന്താ കാരണം? ഒന്നുകിൽ അദ്ദേഹം ബജറ്റിന്റെ രേഖ പരിശോധിക്കണം, അതല്ലെങ്കിൽ ബജറ്റ് രേഖ പരിശോധിച്ച ആൾക്കാരോട് അദ്ദേഹം ചർച്ച ചെയ്യണം. റൂറൽ ഡെവലപ്മെന്റ് സംബന്ധിച്ച് 2024-25 2,66,00,000 കോടി രൂപ വകയിരുത്തിയെങ്കിൽ പോലും അതിൽ 75,000 കോടി രൂപ ചെലവഴിച്ചില്ല. ഈ സർക്കാർ ചെലവഴിച്ചില്ല. അതായത് ഗ്രാമീണ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായി എന്നും അതുപോലെ കോവിഡ് കാലത്തിന് മുമ്പുള്ള കാലത്തെ കൂലി പോലും വേതനം പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് സാമ്പത്തിക സർവേ അടിവരയിട്ട് പറഞ്ഞപ്പോഴാണ് ഈ 75,000 കോടി രൂപ ചെലവഴിക്കാതിരുന്നത്. ക്രിമിനൽ കുറ്റമല്ലേ ഇത്? ക്രിമിനൽ കുറ്റമല്ലേ? ഇനി ഒന്നും കൂടി പറയാം. ഇവരിപ്പോൾ പറഞ്ഞ പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നഗരമേഖലയിലെ ആവാസ്, അതായത് ഈ പറഞ്ഞ വീട് വെക്കുന്ന സ്കീം, ആ വീട് വെക്കുന്ന സ്കീമിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം വകയിരുത്തിയതിൽ 16,000 കോടി രൂപ ചെലവഴിച്ചില്ല. 54% മാത്രമാണ് ആ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. ഞാനൊരു പ്രോജക്റ്റ്, അതായത് ഈ ബജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ പദ്ധതികൾ ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയാണ് പണം നീക്കി വെച്ചെന്നുണ്ട് നോക്കുക. ആന്ധ്രാപ്രദേശിലെ, ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ വിഴിഞ്ഞം എന്നുള്ളൊരു പദ്ധതിയുടെ പേര് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ആന്ധ്രാപ്രദേശിലെ പോളാവരം ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട്, അതായത് ചന്ദ്രബാബു നായിഡു BJPക്ക് പിന്തുണ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ബജറ്റിൽ 5,513 കോടി രൂപ ഈ പോളാവരം പദ്ധതിക്ക് നൽകി. 5,513 കോടി രൂപ. ഈ ബജറ്റിൽ 5,936 കോടി രൂപ എന്ന് വെച്ചാൽ ഈ 6 മാസത്തെ ഗ്യാപ്പിൽ, കഴിഞ്ഞ ഇന്ററിം ബജറ്റ് വന്നിട്ട് 6 മാസമായേ ഉള്ളൂ, ഈ 6 മാസത്തിനുള്ളിൽ 11,000 കോടി രൂപ, അതായത് ആന്ധ്രാപ്രദേശിലെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇവർ വിനിയോഗിച്ചു. ആ സമയത്താണ് കേരളം ഈ വലിയ ഒരു ദുരിതാശ്വാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് സഹായം ആവശ്യപ്പെട്ടത്, വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി സഹായം ആവശ്യപ്പെട്ടത്, വന്യമൃഗ ശല്യം പരിഹരിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ആവശ്യപ്പെട്ടത്, റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ. മാധു, ഒരു കാര്യം എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെ റബ്ബർ കമ്പനികൾ കാർട്ടലായിട്ട് പ്രവർത്തിച്ചിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തു. 1,700 കോടി രൂപ പിഴയിട്ടു. എന്താ കാരണം? റബ്ബർ കർഷകരെ അവർ സംയുക്തമായി കബളിപ്പിക്കുന്നു.
കേരള ഗവൺമെൻറ് എത്ര കാലമായി പറയുന്നു, അതായത് ഇറക്കുമതി തീരുവ അല്പമൊന്ന് ഉയർത്തു. അതായത് കഴിഞ്ഞ 10 വർഷം BJP ഭരിക്കാൻ ആരംഭിച്ചിട്ട് 10 വർഷം കൊണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി 11 മടങ്ങായി വർദ്ധിച്ചു. 11 മടങ്ങ്. അതായത് 45,000 ടണ്ണാണ് 10 വർഷം മുമ്പ് ഇറക്കുമതി ചെയ്തെങ്കിൽ ഇന്ന് അത് 6 ലക്ഷം ടണ്ണായി ഉയർന്നു. 1% നികുതിയെങ്കിലും ഇറക്കുമതി തീരുവയെങ്കിലും വർദ്ധിപ്പിക്കാൻ ഇവർ തയ്യാറായോ? നോക്കുക, ഈ ബജറ്റിന്റെ സമീപനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ കേന്ദ്ര ബജറ്റ് സാർത്ഥകമാവൂ എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കേരളം പിരിച്ചു നൽകുന്ന നികുതിയുടെ അർഹമായിട്ടുള്ള വിഹിതം നമുക്ക് നൽകണം. ഇനി കേന്ദ്ര ബജറ്റ് പരിശോധിക്കുക. കേന്ദ്ര ബജറ്റ് GDPയുടെ 56% കടബാധ്യതയാണ് ഇവരുടെ. 56%, 57-56%. കേരളത്തെ ഇവർ കുറ്റപ്പെടുത്തി കടമെടുക്കുന്നു എന്നുള്ളത്. അതായത് ഇവരുടെ GDP ആയിട്ട് തുലനം ചെയ്യുമ്പോൾ 56%, 57% കടബാധ്യതയാണ്. നോക്കുക, അതായത് ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നിർമ്മലാ സീതാരാമൻ ബീഹാറിലെ മധുബനിയിൽ ഡിസൈൻ ചെയ്ത ഒരു സാരി ഉടുത്തു എന്നുള്ളത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതുപോലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളെ ബജറ്റിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചെറിയ ഘടകങ്ങൾ പോലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇനി ഡൽഹിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. അതായത് 8ാം ശമ്പള കമ്മീഷൻ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിയിൽ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ള അതായത് 8ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു. എന്താ കാരണം? ഇനി 6 മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാലും മതി, 3 മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതി. തിരക്ക് പിടിച്ച് അവർ പ്രഖ്യാപിച്ചു. ആ കമ്മീഷനെ പോലും രൂപീകരിച്ചിട്ടില്ല, പ്രഖ്യാപനം മാത്രം വന്നു. എന്തുകൊണ്ടെന്നാ ഡൽഹിയിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും തിങ്ങിപ്പാർക്കുന്നത്. ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ജനവിധിയെ റാഞ്ചി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ബജറ്റും പ്രഖ്യാപനങ്ങളെല്ലാം ഇടപെട്ടുകൊള്ളട്ടെ. എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് എതിരായ വിമർശനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം ഒന്ന് കാണാം. പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെൻറ് അല്ലല്ലോ. ശ്രീ കെ ശബരിനാഥൻ, ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കാനും നമ്മളുടെ ലൈഫ് ഇൻഡെക്സുകളോ നമ്മളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോ അതിൻ്റെ നിരക്കോ ഒക്കെ പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസികൾ തന്നെയുണ്ടല്ലോ. ഈ പറയുന്ന സാമ്പത്തിക സർവേയിലടക്കം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരെടുത്തു പറഞ്ഞുള്ള പ്രശംസയുണ്ടായിരുന്നു. നമുക്ക് പാർപ്പിടം, നമുക്ക് ശുചിത്വം, ജലവിതരണം, വൈദ്യുതീകരണം, ഈ മേഖലയിലൊക്കെ സുസ്ഥിര വികസനമുണ്ട് എന്ന് പറഞ്ഞത് കേന്ദ്രം തന്നെയാണ്. നീതി ആയോഗിന്റെ പട്ടികയിൽ തന്നെയാണ് നമ്മൾ പല സൂചികകളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല, ഞങ്ങൾ ഇവിടെ താഴ്ന്നു കിടക്കുകയാണ്, ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, കേന്ദ്രം സഹായിക്കണം എന്ന രീതിയിൽ നമ്മൾ ഇത്രയും കാലം നേടിയെടുത്ത മുഴുവൻ നേട്ടങ്ങളും അടിയറവ് വെച്ചാൽ മാത്രമേ ഇനി സഹായം കിട്ടൂ എന്നാണോ? അല്ല, അതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓരോ സംസ്ഥാനങ്ങളും വളർച്ചയുടെ ഓരോ പാതയിലാണ്. ഉദാഹരണത്തിന് കേരളത്തിലുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യത്തിലൊക്കെ വളരെ മുന്നിലാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടേണ്ട പല സ്കീമുകൾക്കും, ഫോർ എക്സാമ്പിൾ കേരളത്തിൻ്റെ ഇപ്പോൾ ആരോഗ്യരംഗം, കേരളം ആരോഗ്യരംഗത്ത് മുന്നിലാണെങ്കിലും ഏറ്റവും കൂടുതൽ എന്താ പറയുക NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉള്ള, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള ഒരു പ്രദേശം കേരളമാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ അർബൻ സെൻട്രിക് ആയിട്ടുള്ള പ്രദേശമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ക്യാൻസർ അത് ഏറ്റവും കൂടുതൽ ഇൻഡൈസസ് ഉള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണം. കൂടുതൽ അർബൻ ഹെൽത്ത് സെൻറ്റേഴ്സ് വരണം, കൂടുതൽ ഈ പറഞ്ഞ NCD ക്ലിനിക്കുകൾ വരണം. ചെറിയൊരു ഉദാഹരണം മാത്രം പറയുകയാണ്. ഇപ്പോൾ റോഡുകൾ, കേരളത്തിൻ്റെ സ്ഥലത്തിന് വില കൂടുതലാണ്, ഡെൻസിറ്റി, ആളുകളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, അതുകൊണ്ട് സ്ഥലത്തിന് വില കൂടും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാവർക്കും പ്രോജക്റ്റ് അനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കണം. ചില സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് പോളാവരം പദ്ധതി, ആന്ധ്രയുടെ ആവശ്യം മനസ്സിലാക്കിയൊരു പദ്ധതി നടപ്പിലാക്കുന്നു, കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ
കേരളത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞ പദ്ധതി. ആ വിഴിഞ്ഞ പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ട്രസ്റ്റ് സെൻട്രലിൻ്റെ വരണം. നാളെ വിഴിഞ്ഞം പദ്ധതിക്കും അതുപോലത്തെ വലിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്സിന് കീഴിലുള്ള പദ്ധതിക്കൊക്കെ പുതിയ ഫണ്ട് വരുമ്പോഴല്ലേ ഇനി കൂടുതൽ വളരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവില്ല. അത് പല വികസനത്തിൻ്റെ പല നാഴികക്കല്ലുകളിലാണ്. അതിനനുസൃതമായിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കണം. അല്ലാതെ മുന്നോട്ട് പോയ സംസ്ഥാനങ്ങൾ ചില ഇൻഡൈസസിൽ മുന്നോട്ട് പോയെന്ന് പറഞ്ഞ് നമ്മൾ പിന്നോട്ടടിക്കുന്നതും അതിനുള്ള ഡെവല്യൂഷൻ കൊടുക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമില്ല. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ശ്രീ ബ്രിട്ടാസ് പറഞ്ഞതിനോട് തുടർച്ചയായി ഈ ബഡ്ജറ്റിനെ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കട്ടുണ്ടായിട്ടുള്ളത് SC ST OBC മൈനോറിറ്റി മേഖലകൾക്കാണ്. പല സ്കീമുകളും ഉദാഹരണത്തിന് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ SC വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അലൊക്കേഷൻ കഴിഞ്ഞ വർഷം 6500 കോടി രൂപയായിരുന്നെങ്കിൽ അതിൽ 5000 ശിഷ്ടം കോടി മാത്രമേ ചിലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1500 കോടി രൂപ അൺസ്പെൻഡാണ്. ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ് 4300 കോടി രൂപ കഴിഞ്ഞ വർഷം ചിലവാക്കണമെങ്കിൽ അവരാകെ ചിലവാക്കിയത് 3600 കോടിയാണ്. ഏകദേശം 1000 കോടി ചിലവാക്കിയിട്ടില്ല. ഇവിടെ PM യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് ഫോർ OBC EBC ആൻഡ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് 1800 കോടിയിൽ വെറും 1300 കോടി രൂപ ചിലവാക്കിയത്. അപ്പോൾ ഓരോ വർഷവുമുള്ള ഇവരുടെ എസ്റ്റിമേറ്റുകൾ, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ വർഷം പറഞ്ഞതിനേക്കാളും എത്രയോ കുറവാണ്. ഈ പറഞ്ഞ റൂറൽ ഡെവലപ്മെൻറ്റിന് നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു അതെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, അത് ഏറ്റവും കൂടുതൽ സ്പെൻഡാണെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങ് പറഞ്ഞ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കണക്ക് ഈ ബഡ്ജറ്റിൽ നീക്കിയിരിക്കുന്ന കണക്കാണ്. അതിനേക്കാളും വലിയ കണക്ക് കഴിഞ്ഞ വർഷം നീക്കിയിരിക്കുന്നതാണ്. പക്ഷേ നീക്കിയിരിക്കുന്നതിൻ്റെ ഒരു 60% പോലും സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ പറഞ്ഞ റൂറൽ ഡെവലപ്മെൻറ്റിന് 2,66,000 കോടി രൂപ നീക്കി വെച്ചതാണ്. ചിലവാക്കിയതോ വെറും 1,90,000 കോടി എന്ന് വെച്ചാൽ 80,000 കോടി രൂപ നിങ്ങൾ ചിലവാക്കിയിട്ടില്ല. അത് ചിലവാക്കാഞ്ഞിട്ടാണ് നിങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ പോയി വീണ്ടും 2,60,000 പറയുന്നത്. അത് അടുത്ത വർഷം കൂടുമ്പോൾ ഇത്രയും പോലും ചിലവാക്കാൻ കഴിയുകയില്ല. അപ്പോൾ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ കണക്കിലൊരു കളിയും തട്ടിപ്പും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ 143 കോടി ഇന്ത്യക്കാരുള്ളതിൽ ടാക്സ് പേ ചെയ്യുന്ന ആളുകളുടെ ഒരു 10% ആളുകൾക്ക് ഒരു ലാഭം ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ലാതെ ഏറ്റവും പാവപ്പെട്ട റിയൽ വേജ് ഇല്ലാതെ ജോബ് സ്റ്റാഗ്നേഷനുള്ള ഇവിടെ ഈ അസംഘടിത മേഖലയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക്, തൊഴിലുറപ്പുകാർക്ക് ഇപ്പോൾ ജലജീവൻ മിഷൻ കേരളത്തിൽ ധാരാളം മാറ്റങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പദ്ധതിയാണ്. ജലജീവൻ മിഷൻ ഇപ്പോഴും വലിയ സ്റ്റാഗ്നേഷനാണ്. റെയിൽവേ ബഡ്ജറ്റിൽ നേരത്തെ പറഞ്ഞു തീരെ ഫണ്ട് വെറും 600 കോടി രൂപയാണ്. റെയിൽവേ പോലെ ഒരു ഫുൾ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന റെയിൽവേയിൽ വെറും 600 കോടി രൂപയാണ് ചിലവ് ഈ പ്രാവശ്യം കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആ ഉള്ള പണം പോലും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ BJP വളരെ കൃത്യമായി ഈ പറഞ്ഞില്ലേ ഒരു പരിപ്രേക്ഷ ഉണ്ടാക്കി പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടോ 12 ലക്ഷം രൂപ എല്ലാവർക്കും വരെ ടാക്സ് ഇല്ല എന്നുള്ള ഒരു കഥ ഇറക്കുകയാണ്. അവരുടെ സ്ട്രാറ്റജിയാണ്. എന്നാൽ ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. എടാ ഞാൻ എല്ലാ മാസവും ഹോം ലോൺ EMI അടയ്ക്കുന്നതുകൊണ്ട് എനിക്കത് ബാധകമല്ല, ഞാൻ പഴയ ടാക്സ് സ്കീമാണെന്ന് മനസ്സിലാക്കാതെയാണ് പല ആളുകളും എനിക്കിനി നാളെ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. വെറും ഇന്ത്യയിൽ ഈ പറഞ്ഞ 3 കോടി ആളുകൾക്ക് മാത്രമാണ് ഒരു ഗുണം കിട്ടും, നല്ലൊരു സ്കീം, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് അതല്ല മാറ്റം. ഇവിടെ അടിസ്ഥാനക്കാരന് പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു സഹായവും ചെയ്യാതെ, ഇവിടെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊന്നും മിണ്ടാതെ, ഇടത്തരം ചെറുകിടക്കാർക്കൊരു സഹായമില്ലാതെ, അസംഘടിത മേഖലയിലെ ആളുകൾക്കും കർഷകരും ദളിതനും പാവപ്പെട്ടവനും വനത്തിലുള്ള ആൾക്കും ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാതെ ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ഈ ഒരൊറ്റ 12 കോടി എന്നുള്ള 12 ലക്ഷം ടാക്സ് ഇല്ല എന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മറ്റേതിനെ മറക്കാനാണ് BJP. പക്ഷെ സത്യം പുറത്തു വരും, ജനങ്ങൾക്ക് അത് വായിച്ചു വരുമ്പോൾ അവന്റെ ടാക്സ് വരുമ്പോൾ മനസ്സിലായിക്കോളൂ. തിരികെ സ്വാഗതം. ശ്രീ BA പ്രകാശ്, ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു സംസ്ഥാനങ്ങളുടെ കടപരിധിയുമായി ബന്ധപ്പെട്ട് മർക്കടമുഷ്ടി കാണിക്കുന്ന കേന്ദ്രത്തിന് എത്രത്തോളം കടമെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കേരളത്തിന് ഈ പറയുന്ന സുസ്ഥിര വികസനം എന്ന സാമ്പത്തിക സർവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ക്ഷേമ സെക്ടറിൽ പണം മുടക്കാതെ കഴിയില്ല, അതിന് കടമെടുക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് സംസ്ഥാനം തുടർച്ചയായി വിശദീകരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കടബാധ്യതയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം നമുക്കിനി ഉണ്ടാവുമോ? അതായത് ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഞാൻ പറഞ്ഞ കണക്ക് അത് ശരിയല്ല എന്ന്. അവിടെ പാർലമെൻറ്റിൽ ഒരു ഡെപ്യൂട്ടി ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം പല കണക്കുകളുണ്ടെന്ന്, അതിൽ അത് റിലയബിളാണെന്നുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ഈ ചർച്ചയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിയൻ ഫൈനാൻസ് കമ്മീഷനുണ്ട്. അപ്പോൾ യൂണിയൻ ഫൈനാൻസ് കമ്മീഷനാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ബോഡി. കേന്ദ്രത്തിൻ്റെ ടാക്സിൻ്റെ ഒരു ഷെയർ കൊടുക്കാനായിട്ടുള്ള അവർ ചില നോംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും കേരളം പറയുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത്, അതായത് ഡെവലപ്മെൻറ്റിൽ വലിയ വ്യത്യാസമുള്ള സ്റ്റേറ്റുകളുണ്ട്,
കൂടുതൽ പോവർട്ടിയുള്ള സ്റ്റേറ്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അവർ ചില നോംസ് എടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മുഴുവൻ തെറ്റാണ് എന്ന് നമുക്ക് വാദിക്കാനൊക്കെ. പക്ഷെ അതിലൊരു മാനദണ്ഡത്തിന്റെ ഒരു നീതിയുടെ ഒക്കെ ഘടകമല്ലേ? ഇപ്പോ കേന്ദ്ര പദ്ധതികൾ കാലാകാലങ്ങളിൽ വരുന്നത് കൃത്യമായി ഉപയോഗിക്കാതെ സാമ്പത്തികമായി പിന്നോട്ട് അല്ലല്ല, ഞാൻ പറയാം. അതായത് ഫൈനാൻസ് കമ്മീഷൻ എടുക്കുന്ന മാനദണ്ഡങ്ങൾ അവരുടെ ഒരു കാഴ്ചപ്പാടില്ല, ആ മാനദണ്ഡങ്ങളാണ് ഏറ്റവും നല്ലത്. പല കാരണങ്ങളുണ്ട് അവരെടുക്കും, അത് മുഴുവനും തെറ്റാണ്, അതുകൊണ്ട് അത് മുഴുവൻ റിജക്റ്റ് ചെയ്യണം എന്ന് പറയണ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് സാങ്കേതികമായിട്ട്. രണ്ടാമത് പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേന്ദ്ര സർക്കാർ ആർബിട്രറി ആയിട്ട് ഒരുപാട് ഫണ്ട് പല സ്റ്റേറ്റുകൾക്ക് കൊടുക്കാറുണ്ട്. മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന കാലത്ത് ഇത് മുഴുവനും കൊടുത്തുകൊണ്ടിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. അതായത് CSS, സെൻട്രലി സ്പോൺസേർഡ് പ്രോജക്ട്സ്, അല്ലെങ്കിൽ മേജർ പ്രോജക്ട്സ്, മേജർ സെൻട്രൽ ഫണ്ട്സ്. ഈ മേജർ സെൻട്രൽ ഫണ്ട്സ് ഈ ഡെവലപ്മെൻറ്റിനും പ്ലാനിനും മറ്റേതിനും കൊടുത്തുകൊണ്ടിരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ നോംസിൻ്റെ വെളിച്ചത്തിലായിരുന്നു. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്ത് BJP ഗവൺമെൻറ് വന്നുകൊണ്ട് അതുമൂലം വന്ന ഒരു വലിയൊരു പ്രശ്നം ഇതാണ്. അതായത് ഈ ഡെവലപ്മെൻറ്റ് ഗ്രാൻറ്റും സ്പെഷ്യൽ ഗ്രാൻറ്റും വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഗ്രാൻറ്റ് മുഴുവനും നോംസിൻ്റെ വെളിച്ചത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന സംവിധാനം ഇല്ലാതാകുകയും അത് സർക്കാർ ആർബിട്രറി ആയിട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ നമ്മളിവിടെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നത്തിൻ്റെ റൂട്ടായിട്ടുള്ള ഒരു കാരണം ഇതാണ്. കാരണം ഒരു വ്യക്തമായ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ വേറൊരു കമ്മീഷനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ബോഡി എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവരേതെങ്കിലും നോംസിൻ്റെ വെളിച്ചത്തിൽ സ്റ്റേറ്റിന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, ആ ആർബിട്രറി ആയിട്ട് അവരുടെ താല്പര്യം അനുസരിച്ച് ഇങ്ങനെ പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്തത് മൂലം വന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ രാജ്യത്തെ പറ്റി വളരെ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടായിരുന്നു, ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, രാജ്യം എങ്ങോട്ട് പോകണമെന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം പ്ലാനിംഗ് കമ്മീഷനുള്ള ലീഡിംഗ് ആയിട്ടുള്ള സ്കോളേഴ്സും എക്കോണമിസ്റ്റുമാരുമാണല്ലോ അവർ നയിച്ചുകൊണ്ടിരുന്നത്, അല്ല സർക്കാരല്ലല്ലോ. ആ സംവിധാനം പോയതോടുകൂടി രണ്ട് തരത്തിലുള്ള തകർച്ചയാണ് നമ്മൾ വന്നത്. ഒന്നാം തരം ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാനുകളും ബാക്കിയുള്ളതൊന്നും ഇല്ലാതായി. ഇപ്പോൾ ഒന്നുമില്ല, രാജ്യം എങ്ങോട്ട് പോകണമെന്നുള്ള ഡൽഹിയിലുള്ള ചില ബ്യൂറോക്രാറ്റ്സ് എന്തെങ്കിലും പറയണ പോലുള്ള ഒരു ഇടപാട് മാത്രമേ ഉള്ളൂ. രണ്ടാമത് വന്നിരിക്കുന്നത് ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന സെൻട്രൽ നിന്ന് കൊടുക്കുന്ന ആ ഫണ്ട്സ് എല്ലാം ആർബിട്രറി ആയിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ഈ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, എന്തായാലും സംസ്ഥാന ബജറ്റ് വരാനിരിക്കുകയാണ്. നമ്മുടെ നാടിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസന സൂചികകൾ എന്ന് പറയുന്നത് കേന്ദ്രവുമായി താരതമ്യം ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ വീക്ഷണകോണിൽ കാണുന്നത്. അത് സംസ്ഥാനം ഇത്രനാളും കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന രീതിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര മാനദണ്ഡങ്ങളോട് കലഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിയുടെ ഭാഗവുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.